കാഞ്ഞങ്ങാട് ബല്ലയിലെ കർഷക കൂട്ടം മൂന്നാം വർഷവും ബല്ല റൈസുമായി വിഷു വിപണിയിലേക്ക്. ഇക്കുറിയും അടമ്പൽ വാർഡിലെ കുറ്റിക്കാൽ വയലിൽ വിളയിച്ച തനത് നെല്ലിന്റെ കൊയ്ത്തുത്സവം ഇവർ നാടിന്റെ ആഘോഷമാക്കി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. മണ്ണെറിഞ്ഞ് പണിയെടുത്താൽ പാടത്ത് പൊന്നു വിളയിക്കാൻ പ്രയാസമൊന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാഞ്ഞങ്ങാട് ബല്ലയിലെ ഈ കൃഷിക്കൂട്ടം. KSKTU ബല്ല വില്ലേജ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കാർഷിക കൂട്ടായ്മ തുടർച്ചയായ മൂന്നാം വർഷവും തങ്ങളുടെ സ്വന്തം ബ്രാൻഡായ ബല്ല റൈസ് വിഷു വിപണിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനുവേണ്ടി അടമ്പൽ വാർഡിൽപ്പെട്ട ബല്ല പാടശേഖരത്തിലെ കുറ്റിക്കാൽ വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഇത്തവണയും ഇവർ നാടിൻ്റെ ആഘോഷമാക്കി. പൗർണമി വിത്തിൽ വിരിഞ്ഞ നിറകതിരുകളുടെ വിളവെടുപ്പ് കണ്ണൂർ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉള്ള വയലുകൾ സംരക്ഷിക്കാനും അതിൽ കൃഷി ചെയ്യുവാനും അതിലൂടെ ആ പഴയ നന്മയെ കൊണ്ടുവരാനും നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ഈ ഉദ്യമം എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിവരാത്തൊരു കാര്യമാണ്. കാരണം ഇതിലൂടെ വരും തലമുറക്ക് കൂടി ഇത്തരം കൃഷി രീതികളെക്കുറിച്ച് പഠിക്കാനും ആ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു കാർഷിക സംസ്കൃതി നമുക്ക് തിരിച്ചെടുക്കുവാനും ഉള്ള വയലങ്ങളിൽ നമുക്ക് സംരക്ഷിച്ച് നിർത്താനും സാധിക്കട്ടെ. അതിന് നിങ്ങൾ കാണിക്കുന്ന ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മനോഹരമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. കൃഷിക്കൂട്ടം പ്രസിഡന്റ് P. തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ, KV രതീഷ്, A. പ്രദീപ് കുമാർ, N. ഗോപി, N. മുരളി, മധു കവായി എന്നിവർ സംസാരിച്ചു. കൃഷിക്കൂട്ടം സെക്രട്ടറി M. മനോജ് കുമാർ സ്വാഗതവും KV ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. സർക്കാർ ജീവനക്കാർ, IT പ്രൊഫഷണലുകൾ, പ്രവാസികൾ, വ്യാപാരികൾ, കൂലിവേലക്കാർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ബല്ല കൃഷിക്കൂട്ടം. നാട്ടുകാരുടെ പരിപൂർണ പിന്തുണയും ഈ കൃഷിക്കൂട്ടത്തിനുണ്ട്. മണ്ണിനെ മാറോട് ചേർക്കുന്ന 23 പേരുടെ നിശ്ചയദാർഢ്യമാണ് ഈ കാർഷിക ഗാഥയ്ക്ക് പിന്നിലെ പ്രധാന ചാലകശക്തി. കൃഷിയിടങ്ങളെ മാലിന്യമുക്തമാക്കാനും അതോടൊപ്പം തന്നെ തങ്ങളാൽ കഴിയും വിധം വിഷരഹിത വിളവ് ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് 3 വർഷം മുമ്പ് ഇവർ വേറിട്ടതും മാതൃകാപരവുമായ ഈ ഒരു ഉദ്യമത്തിലേക്ക് ചുവടുവെച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.